എല്ലാ കൂട്ടുകാർക്കും മനു അന്മയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ നല്ല ടേസ്റ്റോടുകൂടി തയ്യാർ ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം. അതിന് മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി സമയം വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വാളൻപുളി എടുത്തിട്ടുണ്ട്, ചുടുവെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കുക. 4 പഴുത്ത തക്കാളി, ഇത് രണ്ടും നന്നായി കൈകൊണ്ട് പിഴിഞ്ഞാൽ നമുക്ക് നീരെടുക്കണം. പുളിവെള്ളവും തക്കാളിയുടെ ഇങ്ങനെ ചെയ്യുമ്പോൾ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതുപോലെ എടുത്തേക്കാം. ഇനി അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കൈകൊണ്ട് ഞരടി പിഴിയുന്ന സമയത്ത് പുളിയുടെ ആ ഒരു വേസ്റ്റൊക്കെ മാറിക്കിട്ടും. അതുപോലെ തക്കാളിയുടെ തൊലി വേറെ ആയിട്ട് നമുക്ക് കിട്ടും. മേലോടെ വെള്ളം മാത്രം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കാൻ. രസപ്പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകം, കൊത്തമല്ലി, അതുപോലെ കുരുമുളക്, കുറച്ച് ഉലുവ, വറ്റൽമുളക്, ഇത് ഇത്രയും ഇടിക്കല്ലിലിട്ട് നന്നായി ചതച്ചെടുക്കണം. എരിവിനനുസരിച്ച് പച്ചമുളകും 4-5 അല്ലി വെളുത്തുള്ളി, ഫ്രഷ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ രസത്തിലിടാനുള്ള കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി പാനിൽ എണ്ണ വെച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളവും തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മിശ്രിതം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. കൈയോടെ തന്നെ ഒന്ന് നന്നായി തിളയ്ക്കാൻ തുടങ്ങും. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് രസത്തിൻ്റെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. രസത്തിൻ്റെ ഫ്രഷായിട്ട് തയ്യാറാക്കുമ്പോൾ ആ ഒരു ഇതാണ്. പിന്നെ ചെറിയൊരു പീസ് കായം, ഇത്രയായി കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഇളക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രഷായിട്ട് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാവും. ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ല നാടൻ റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.